أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായവൻ്റെ ഭവനത്തിലെ ഇത്തികാഫിൻ്റെ നിയ്യത്തോടുകൂടെ വെള്ളിയാഴ്ച സുബ്ഹി ജമാഅത്തോട് നിർവഹിച്ചത് അല്ലാഹു നമ്മിൽ സ്വീകരിക്കട്ടെ. വല്ല പിഴവുകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അത് അഫ്വ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഷഅബാനിലൂടെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഇനി ഷഅബാനിൽ നമുക്ക് 3 വെള്ളിയാഴ്ചയാണ് ലഭിക്കുക. അത് കഴിഞ്ഞാൽ പരിശുദ്ധമായ പുണ്യങ്ങളുടെ മാസങ്ങൾ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ റമളാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കും. പൂർണ്ണാർത്ഥത്തിൽ ഷഅബാൻ ഉപയോഗപ്പെടുത്തി റമളാൻ കൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഓതിക്കേൽപ്പിച്ച ആയത്ത് നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ചൊല്ലുന്ന ആളുകളുണ്ടായിരിക്കാം, അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയവരുണ്ടായിരിക്കാം, ചിലപ്പോൾ അറിയാത്തവരുണ്ടായിരിക്കാം. ഏതായാലും സൂറത്ത് തൗബ സൂറത്ത് ബിസ്മി ചൊല്ലൽ പാടില്ല. തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ നിഷിദ്ധമാണ്. അപ്പോൾ ആ സൂറത്തിൽ അവസാനത്തെ ആയത്താണ് ഞാൻ ഓതിക്കേൽപ്പിച്ചത്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് വരുന്ന ആയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയുന്ന, അവിടുത്തെ അപദാനം ചെയ്യുന്ന ഒരു ആയത്താണ്. ഈ ആയത്തിൻ്റെ പേര് ആയത്തുൽ ഹിർസ് എന്ന. ആയത്തുൽ ഹിർസ്, ഹിർസ് എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം, ആഗ്രഹം എന്നൊക്കെയാണ് ഹിർസ്. അപ്പോൾ ആയത്തുൽ ഹിർസ് എന്നാണ് ഈ ആയത്തിനെ കുറിച്ച് പറയാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തിൻ്റെ മഹത്വം പറയുന്നതായിട്ട് കാണാം. ആരെങ്കിലും സൂറത്ത് തൗബയിലെ ഈ അവസാന ആയത്ത് ലഖദ് ജാഅക്കും എന്ന് തുടങ്ങിയ ആയത്ത് ആരെങ്കിലും ലസിമ ഒരു വട്ടം ചൊല്ലിയാൽ എന്നല്ല, അത് പതിവാക്കിയാൽ, അത് നിത്യജീവിതത്തിൽ കൊണ്ടുവന്നാൽ, ഇല ആഖിരി സൂറ, ആ സൂറത്തിൻ്റെ അവസാനം വരെ ആ 2 ആയത്ത്, ഇത് നിത്യജീവിതത്തിൽ ആരെങ്കിലും പതിവാക്കിയാൽ ലം യമുത് ഹദ്മൻ, അവൻ മരിക്കുകയില്ല. ഹദ്മൻ, പൊളിഞ്ഞു വീണ് മരിക്കൂല എന്ന് പറഞ്ഞ വീട് പൊളിയ അല്ലെങ്കിൽ മറ്റു അപകടം, ആ രൂപത്തിലുള്ള മരണം അയാൾക്ക് സംഭവിക്കൂല. വല ഗറഖൻ, മുങ്ങി മരണവും അയാൾക്ക് സംഭവിക്കൂല. വല ഹർഖൻ, തീപിടുത്തത്തിലുള്ള മരണവും അയാൾക്ക് സംഭവിക്കൂല. വല ഗറഖൻ ബിഹദീദ, കൊലപാതക രൂപത്തിലുള്ള മരണവും അയാളിൽ സംഭവിക്കില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാർ പറയുന്നു, ഈ ആയത്ത് ദിവസത്തിൽ ഒരാൾ ചൊല്ലിയാൽ അയാൾ ആ ദിവസത്തിൽ മരിക്കുകയില്ല എന്ന് വരെ മഹാരഥന്മാരെ പണ്ഡിതന്മാർ പറയുന്നു. ഈ ആയത്ത് മനസ്സിരുത്തി ഒരാൾ ചൊല്ലിയാൽ ആ ദിവസത്തിൽ അയാൾ മരിക്കൂല. അപ്പോൾ അള്ളാഹു ഒരാൾക്ക് മരണം നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ ദിവസം ഈ ആയത്ത് ചൊല്ലാൻ അള്ളാഹു സൗകര്യം കൊടുക്കൂല. ചിലപ്പോൾ മറന്നു പോകുക എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മഹത്വം പറയുന്ന വിഷയത്തിൽ മഹാരഥന്മാർ പറയുന്നു, ഈ ആയത്ത് ഒരു ദിവസം ചൊല്ലിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിൽ അപകടമോ മരണമോ അയാൾക്ക് സംഭവിക്കില്ല എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. അതുമാത്രമല്ല, മുത്തുനബിയെ സ്നേഹിക്കാൻ മഹാരഥന്മാർ പഠിപ്പിച്ച ആയത്ത് കൂടിയാണ് ഈ ആയത്ത്. ലഖദ് ജാഅക്കും തുടങ്ങിയ ആയത്ത് മുത്തുനബിയെ സ്നേഹിക്കാൻ. കാരണം മഹാനായ അല്ലാമ ശിബിലി റഹിമഹുല്ലാ, ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട സൂഫി വര്യനാണ് അല്ലാമ ശിബിലി റഹിമഹുല്ലാ. എത്രത്തോളം അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ പ്രവാചകനിലും അത് പ്രണയിച്ച് സ്വന്തം ജീവിതം പോലും മറന്ന് കാണുന്നതെല്ലാം അള്ളാഹ് എന്ന രൂപത്തിലേക്ക് തൻ്റെ ജീവിത ശൈലിയെ മാറ്റിയെടുത്ത വലിയ മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ച് നാട്ടുകാർ ഭ്രാന്തൻ എന്നാണ് വിളിക്കാറ്. പൊട്ടൻ, ഭ്രാന്തൻ, ഇങ്ങനെ. കാരണം നല്ല രൂപത്തിൽ ഡ്രസ്സ് ചെയ്യൂല, നല്ല രൂപത്തിൽ നടക്കൂല,
അത് അങ്ങനെയാണല്ലോ ചില ആളുകൾ അള്ളാഹുവിലേക്ക് ഇഷ്കിലേക്ക് കണ്ടെത്തിയാൽ പിന്നെ അവർക്ക് കാണുന്നതെല്ലാം അള്ളാഹുവാണ്, നോക്കുന്നതെല്ലാം അള്ളാഹുവാണ്. അതുകൊണ്ടാണല്ലോ അമ്പൊന്ന് പാപ്പ പറഞ്ഞത് മാഫി ജയ്ബില്ല, എൻ്റെ കീശയിൽ പോലും അള്ളാഹുവാണെന്ന്. അവർക്ക് ആ വലിയ സ്ഥാനത്തിരുന്ന് പറയാൻ കഴിയുന്നത് അവർക്ക് കാണുന്നതും ചിന്തിക്കുന്നതും എല്ലാം അള്ളാഹുവാണ്. അങ്ങനത്തെ വലിയ പണ്ഡിതനായിരുന്നു അല്ലാമ ശിബിലി റഹിമഹുല്ലാ. ഒരിക്കൽ മഹാനായ അല്ലാമ ശിബിലി റഹിമഹുല്ലാഹു തആല അൻഹുവിൻ്റെ അടുത്ത് മഹാന അബൂബക്കർ ബിൻ മുജാഹിദ്, വലിയ പണ്ഡിതൻ തന്നെയാണ്, മഹാന ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബായ ബുസ്താനുൽ വാഇദിൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ചരിത്രമാണ്. മഹാനായ അബൂബക്കർ ബിൻ മുജാഹിദ് റളിയല്ലാഹുവിൻ്റെ സദസ്സിലേക്ക് ശിബിലി റഹിമഹുല്ലാ കടന്നു വരികയാണ്. ഇത് കണ്ട് അബൂബക്കർ ബിൻ മുജാഹിദ് എന്ന വലിയ മനുഷ്യൻ, ശിബിലി റഹിമഹുല്ലായേക്കാൾ ഉന്നത സ്ഥാനത്തുള്ള ആളാണ്, ശിബിലി റഹിമഹുല്ലാ തന്റെ സദസ്സിലേക്ക് കടന്നു വന്നപ്പോൾ മഹാനായ അബൂബക്കർ ബിൻ മുജാഹിദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് മുസാഫാത്ത് ചെയ്തു, എന്നിട്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. അവരുടെ 2 കവിൾ തടങ്ങളിലും അവരുടെ 2 കൺപോളകളിലും ഉമ്മ വെച്ചു എന്ന് ചരിത്രം പറയുന്നു. അപ്പോൾ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, മഹാനായ അബൂബക്കർ മുജാഹിദ് എന്നവരെ ഇപ്പോൾ നമ്മുടെ സദസ്സിലേക്ക് കയറി വന്നൊരു ഭ്രാന്തനല്ലേ, എന്തിനാണ് അദ്ദേഹത്തെ നിങ്ങൾ ഇത്രമാത്രം ആദരിച്ചത്? നമ്മളൊന്നും അദ്ദേഹത്തിന് മുസാഫാത്തോ ചുംബനോ നൽകാറില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന അങ്ങ് അബൂബക്കർ മുജാഹിദ് എന്ന പേരിലുള്ള അങ്ങ് എന്തുകൊണ്ടാണ് ഈ ഭ്രാന്തൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ മനുഷ്യന്റെ നെറ്റിത്തടത്തിലും അവിടുത്തെ കൺപോളകളിലും ഉമ്മ വെക്കാൻ ചുംബനം നൽകാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് അബൂബക്കർ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെയുള്ള ആളുകൾ ചോദിച്ചു. ആ സമയത്ത് അബൂബക്കർ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരു ദിവസം എൻ്റെ ഹബീബിനെ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ എന്താണ്? എൻ്റെ ഹബീബിന്റെ ചാരത്തേക്ക് മഹാനായ ശിബിലി റഹിമഹുല്ലാ കടന്നു വരുന്നു. ഈ പറയപ്പെട്ട നാട്ടുകാരൊക്കെ ഭ്രാന്തനെന്ന് വിളിക്കുന്ന ഈ ശിബിലി റഹിമഹുല്ലാ കടന്നു വരികയാണ്. ആ സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശിബിലി റഹിമഹുല്ലാഹുവിനെ മുസാഫത്ത് ചെയ്തു, ആലിംഗനം ചെയ്തു. എന്നിട്ട് ശിബിലി റഹിമഹുല്ലാഹുവിന്റെ നെറ്റിത്തടത്തിൽ ആ കൺപോടുകളിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹ ചുംബനം നൽകിയല്ലോ. അത് കണ്ടിട്ടാണ് ഞാനും ശിബിലി റഹിമഹുല്ലാന്റെ തന്റെ കൺപോളകളിൽ ഞാനും ചുംബനം നൽകിയത്. ആ സമയത്ത് ഞാൻ മുത്തനബിയോട് ചോദിച്ചു, നബിയേ, എന്തിനാണ് നിങ്ങൾ ശിബിലി റഹിമഹുല്ലാഹുവിന്റെ ആ 2 അവിടുത്തെ കൺപോളകളിൽ നെറ്റിത്തടത്തിൽ താങ്കൾ ചുംബനം നൽകിയത് എന്തിനാണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, അബൂബക്കർ, ഈ പറയപ്പെട്ട ശിബിലി എന്നവർ എൻ്റെ പേരിൽ എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലാറുണ്ട്. അതുപോലെ എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് പതിവാക്കുന്ന വ്യക്തിയായിരുന്നു. അതാണ് കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ കൺപോളകൾ ഉമ്മ വെക്കാൻ കാരണം അദ്ദേഹം എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്കും മറ്റു സമയങ്ങളിലെല്ലാം ലഖദ് ജാഅകും എന്ന് തുടങ്ങിയ ആയത്ത് അത് നിരന്തരമായി പതിവാക്കാറുണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. വാലിച്ച് അത്രത്തോളം പുണ്യം മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ പഠിപ്പിച്ച ഒരു ആയത്ത്. എന്നെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണണമെങ്കിൽ ഈ ആയത്ത് നിരന്തരമായി നിങ്ങൾ വർദ്ധിപ്പിക്കൂ എന്ന് മഹാരഥന്മാരാ പണ്ഡിതന്മാരെ പഠിപ്പിച്ചു. അത്രത്തോളം മഹത്വമുള്ള ഒരു ആയത്താണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു കൂട്ടായിട്ട് ഇന്ന് മുതൽ ഈ ആയത്ത് നമ്മുടെ കൂടെ കൂട്ടുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നു. ഒരുപാട് മഹത്വങ്ങളുണ്ട്. മറ്റൊന്ന് മഹാനായ തിജാനി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ആരെങ്കിലും സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഈ ആയത്ത് ഓതിയാൽ, സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഈ ആയത്ത് ഓതിയാൽ ഹഫിള ഖൽബുഹു, അല്ലാഹുവിന്റെ ഹൃദയത്തെ സംരക്ഷിക്കും. മറ്റ് ഹൃദയത്തെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ രോഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. കിബർ, അസൂയ, ഹസദ്, റിയാ, നമ്മളെ പ്രവർത്തനങ്ങളെല്ലാം നശിപ്പിച്ചു കളയുന്ന ഹൃദയത്തിന്റെ രോഗങ്ങളിൽ നിന്ന് അവന്റെ ഹൃദയത്തെ അല്ലാഹു സുരക്ഷിതമാക്കി നിർത്തും. ഈ ദിക്ർ സുബ്ഹിക്ക് ശേഷം, ഈ ആയത്ത് സുബ്ഹിക്ക് ശേഷം ഓതിയാൽ
മറ്റൊന്ന് വബഅദ സ്വലാത്തിൽ ദുഹർ, ഒരാൾ ദുഹർ നിസ്കാരത്തിന് ശേഷം ചൊല്ലിയാൽ അഹ്യാ ഖൽബഹു വസബതു ഫിൽ ഹയാത്തി ദുനിയ വൽ ആഖിറ, അവൻക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നല്ല ജീവിതം നൽകും ആ ദിവസം. അതുപോലെ ബഅദ സ്വലാത്തിൽ അസ്ർ, അസ്ർ നിസ്കാരത്തിന് ശേഷം ചൊല്ലിയാൽ ലം യമുത് മൗതൽ ഫുജ്അ, അത് നമ്മൾ നേരത്തെ പറഞ്ഞത്, പെട്ടെന്നുള്ള മരണം അവൻക്ക് സംഭവിക്കൂല. എല്ലാ ദിവസവും അസ്ർ നിസ്കാരത്തിന് ശേഷം ഈ ആയത്ത് ഓതിയാൽ മൗതുൽ ഫുജ്അ, പൊടുന്നനെയുള്ള മരണം അവൻക്ക് സംഭവിക്കില്ല. വബഅദ സ്വലാത്തിൽ മഗ്രിബ്, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ചൊല്ലിയാൽ റുസ്ഖൽ ഇസ്തിഖാമ, അള്ളാഹു പറഞ്ഞ വഴിയിലായിട്ട് അവൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള വഴികൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. വബഅദ സ്വലാത്തിൽ ഇശാ, ഇശാ നിസ്കാരത്തിന് ശേഷം ചൊല്ലിയാൽ ഹഫിള മിൻ കിബാരിൽ മആസി, വലിയ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ സംരക്ഷിക്കും. ഇത്തരത്തിൽ ഒരുപാടുണ്ട്. ഓരോ നിസ്കാരങ്ങളും പറയുന്നു, സുന്നത്ത് നിസ്കാരങ്ങൾ, വിത്ർ, ദുഹ, ഒരുപാട് നീണ്ട ഒരു ഹദീസാണ്. ഞാൻ ഫർദ് നിസ്കാരങ്ങൾ മാത്രം പറഞ്ഞു. ആ നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ ദിക്ർ ചൊല്ലിയാൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ, ഒരു നിത്യജീവിതത്തിൽ നമ്മുടെ ഒരു മുതൽക്കൂട്ടാക്കി കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം.